പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന അതികായനായ നേതാവിന്റെ പുത്രൻ എന്ന അഡ്രസ്സ് ചാണ്ടി ഉമ്മൻ ഫലപ്രദമായി വിനിയോഗിച്ചു. ഉമ്മൻചാണ്ടിക്ക് അദ്ദേഹത്തിന്റെ മരണശേഷം ഉണ്ടായ അതായത് പിണറായി വിജയനോടുള്ള താരതമ്യത്തിൽ ഉണ്ടായ ഒരു ഹൈപ്പ്, അത് അദ്ദേഹത്തിന്റെ ആ ഉപതെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷത്തിൽ പ്രതിഫലിച്ചു. അതെ, ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര, മരിച്ചതിന് ശേഷമുള്ള വിലാപയാത്ര വാസ്തവത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ശക്തി പ്രകടനമായി മാറുകയും നമ്മൾ കണ്ടു. അപ്പോ ചാണ്ടി ഉമ്മൻചാണ്ടിയുടെ അതേ പിന്തുടർച്ച അവകാശപ്പെടാവുന്ന ഒരു നേതാവാണ്. പക്ഷെ അദ്ദേഹം കഴിഞ്ഞ ദിവസം, അദ്ദേഹത്തിന് തന്നെയാണ് അവിടെ വിജയ സാധ്യതയും കൽപ്പിക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രതികരണം അത് ശ്രദ്ധേയമാണ്. കാരണം ഏതാണ്ട് 11,000-ഓളം പേര് തന്റെ മണ്ഡലത്തില് മരിച്ചുപോയി, പ്രായാധിക്യം വന്ന് മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ എന്റെ ഭൂരിപക്ഷത്തിൽ ഒരു 5,000 വോട്ടൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പണ്ടുകാലത്ത് ഉമ്മൻചാണ്ടിക്ക് വോട്ട് ചെയ്തിരുന്നവർ തന്നെയാണ് ഇപ്പോഴും എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതുതായുള്ള വോട്ടർമാരെ ഒന്നും ആകർഷിക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല എന്ന അദ്ദേഹത്തിന്റെ തുറന്ന സമ്മതമാണ് കാണിക്കുന്നത്. ഈ ഉമ്മൻചാണ്ടിയുടെ ഖബറിടം UDF-ന്റെ സ്ഥാനാർത്ഥികൾ, അതിപ്പോ കോൺഗ്രസ്സുകാർ തന്നെയല്ല മറ്റുള്ളവരും വന്ന് അവിടെ പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അത്രയ്ക്ക് വലിയ പ്രാധാന്യം കിട്ടുന്നുണ്ട്. ആ ഒരു പിന്തുടർച്ച ചാണ്ടി ഉമ്മന് കൈമോശം വരുന്നുണ്ടോ? തീർച്ചയായിട്ടും വരുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഒരു മുൻകൂർ ജാമ്യം എടുപ്പാണ് ഭൂരിപക്ഷം കുറയും, ജയിക്കുമെന്നൊരു തോന്നൽ പുള്ളിക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ഈ കോൺഗ്രസിന്റെ യുവാക്കൾ, നമുക്കറിയാം ഇന്ന് യൂത്ത് ആയാലും KSU ആയാലും ന്യൂജൻ ആൾക്കാരും ഇന്ന് കോൺഗ്രസിൽ പോകുന്നില്ല. കോൺഗ്രസിന്റെ ഭരണം കൊണ്ട് കേരളത്തിൽ എന്ത് ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട് എന്ന് യുവജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പുതുപ്പള്ളി പോലുള്ള നിയോജക മണ്ഡലത്തിൽ എന്ത് ഡെവലപ്മെന്റാണ് വന്നിട്ടുള്ളതെന്ന് അവിടുത്തെ യുവാക്കൾക്കറിയാം. നീണ്ട 2 പ്രാവശ്യം അദ്ദേഹത്തിന്റെ ഫാദർ മുഖ്യമന്ത്രിയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ അവസാന തെരഞ്ഞെടുപ്പിൽ നാമമാത്രമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതെ, അപ്പൊ അത് ആ കൊച്ചു പയ്യനോടുകൂടി ഇത്രയും വരണമെങ്കിൽ തന്നെയും രണ്ടാമത് ഇത്രയും കിട്ടിയത് ഒരു ഉമ്മൻചാണ്ടിയോടുള്ള ഒരു ബഹുമാന സഹതാപമാണ് ചാണ്ടി ഉമ്മന് കിട്ടിയിട്ടുള്ളത്. അതെ, അല്ലാതെ കോൺഗ്രസിനോടുള്ള സ്നേഹം കൊണ്ട് അവിടുത്തെ ജനത കൊടുത്തതല്ല. അപ്പൊ പഴയകാല കോൺഗ്രസ്സുകാർ ഇന്ന് അവിടെ ഡെവലപ്മെന്റ്, ഇന്നും ആ പുതുപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം അങ്ങനെ തന്നെ കിടക്കും. ഇടയ്ക്ക് ചില കാര്യത്തിനൊക്കെ നമ്മൾ പോയിരുന്നപ്പോൾ മിക്ക പഞ്ചായത്ത് റോഡുകളിലും ഒരു ടാറിങ്ങും ഇല്ല, ഡെവലപ്മെന്റും ഇല്ല. ഇത്രയും കേരളം വളരെ അതിദാരിദ്ര്യം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടും ഇന്നും പുതുപ്പള്ളി പോലുള്ള സ്ഥലത്ത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുണ്ട്. അത് സർക്കാരും കാണാതെ പോകുന്നു, കോൺഗ്രസും കാണാതെ പോകുന്നു. പക്ഷെ കേരളത്തിലെ ന്യൂജൻ യുവാക്കൾ ഇന്ന് ചിന്തിക്കുന്നത് അവിടെ ജാതിയോ മതമോ കോൺഗ്രസോ അല്ല, ഡെവലപ്മെന്റ് വേണം. മറ്റു സംസ്ഥാനങ്ങൾ, തൊട്ടടുത്ത സംസ്ഥാനം ആയ തമിഴ്നാടും കേരളവും എല്ലാം വികസിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ അഭ്യസ്തരായ യുവതി യുവാക്കൾക്ക് ഇവിടെ ജോലി ചെയ്യേണ്ട എന്ത് ഫാക്ടറിയാണ് കേരളത്തിലുള്ളത്? ഒരു BTech പഠിച്ചു വരുന്ന വിദ്യാർത്ഥിക്കോ അല്ലെങ്കിൽ ടെക്നീഷ്യനായിട്ട് പഠിക്കുന്ന ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥിക്കോ കേരളത്തിൽ ജോലി ചെയ്യുവാൻ പറ്റുന്ന എന്ത് സംരംഭമാണ് ഈ LDF UDF-കാർ കേരളം ഭരിച്ചിട്ട് നീണ്ട 70 വർഷമായിട്ടും സ്വാതന്ത്ര്യം കിട്ടിയിട്ടും കേരളം രൂപപ്പെട്ടതിന് ശേഷം ഉണ്ടായിട്ടുള്ളത്? ഉള്ള ഫാക്ടറികൾ പൂട്ടിയതല്ലേ ഉള്ളൂ കേരളത്തിൽ. അവിടെ പുതുപ്പള്ളിയിൽ ഉണ്ടായിരുന്ന ഒരു പേപ്പർ മില്ലുണ്ടായിരുന്നു, പൂട്ടിപ്പോയി. അവിടെ റബ്ബർ പ്ലാന്റേഷൻ മേഖലയിലെ റബ്ബർ ഡെവലപ്മെന്റിന് വേണ്ടി പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഒരു ഫാക്ടറി കൊണ്ടുവന്നു, പുതുപ്പള്ളിയിലായിരുന്നു. അത് പോയി ഇടതുപക്ഷ തൊഴിലാളി ഗവൺമെന്റ് വന്നതിന് ശേഷം അത് പൂട്ടൽ വക്കിലെത്തി. അവിടെ പഠിക്കുന്ന ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഇന്ന് ലോജിസ്റ്റിക്സ് ആയാലും സപ്ലൈ ചെയിൻ ആയാലും മറ്റു കോഴ്സുകളായാലും പാസ്പോർട്ടുകളെടുത്ത് അച്ഛന്മാരെ സ്വാധീനിച്ച് ലണ്ടനിലും കാനഡയ്ക്കും വണ്ടി കയറിക്കൊണ്ടിരിക്കുന്നു. പുതുപ്പള്ളി എന്ന് പറയുന്ന ഗ്രാമം ഇന്ന് യുവാക്കളില്ല. ഈ ചാണ്ടി ഉമ്മൻ പറഞ്ഞ കറക്റ്റാണ്. മരണവും കഴിഞ്ഞു, ബാക്കിയുള്ളവരെല്ലാം NRI-കളായി വീട് പൂട്ടിയിട്ട് അകത്ത് താമസിക്കുന്നു. മൊബൈൽ വഴി അച്ഛനമ്മമാരെ കണ്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു സ്ഥലമായി പുതുപ്പള്ളി, പാല, മൂവാറ്റുപുഴയെല്ലാം മാറിയിരിക്കുന്നു. ഇതിന് കാരണക്കാരാരാ? അദ്ദേഹത്തിൻ്റെ അച്ഛനാണ്, ഉമ്മൻചാണ്ടി സാറാണ്. എന്തെങ്കിലും വ്യവസായശാലകൾ ഉമ്മൻചാണ്ടി സാറ് 2 പ്രാവശ്യം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ യുവതി യുവാക്കൾ ഇന്ന് ഇന്ത്യ വിടേണ്ടി വരുമോ? ഈ 2 വർഷം ഭരിച്ചിരുന്ന നമ്മുടെ പിണറായി എന്ന് പറയുന്ന തൊഴിലാളി നേതാവ് ഭരിച്ചപ്പോൾ യുവതി യുവാക്കൾ ഇവിടെ വിട്ട കാര്യം. അപ്പം 19-20 വർഷം യുവാക്കളുടെ ഭാവി പോയില്ലേ? അത് ശ്രീമാൻ യുവാവായി കഴിഞ്ഞ് മധ്യവയസ്സിലേക്ക് വരുന്ന ചാണ്ടി ഉമ്മൻ അറിയാം. കേരളം ഇനി പഴയ കോൺഗ്രസ് എന്നും കമ്മ്യൂണിസ്റ്റ് എന്നും പറഞ്ഞാൽ കിട്ടുകയില്ല. ഇത് രണ്ടിനുപരി
ഉമ്മൻചാണ്ടിയുടെ ആ സഭയും ചാണ്ടി ഉമ്മൻ വിശ്വസിക്കുന്ന സഭകളൊന്നും ഇനി കോൺഗ്രസിന്റെ കൂടെ നിൽക്കുകയില്ല. അവിടുത്തെ സഭാ മേലധ്യക്ഷന്മാരാണ് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയെ പോയി ഡൽഹിയിൽ കണ്ടത്. അങ്ങനെ ജോർജ് കുര്യൻ പോലുള്ള മന്ത്രിമാർ ഇവിടെ നിന്ന് സാധാരണക്കാരനായ ഒരു മന്ത്രി കേന്ദ്രത്തിൽ വന്നപ്പോൾ ഇവിടുത്തെ സഭാ മേലധ്യക്ഷന്മാർ എല്ലാം പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് ആവശ്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ന്യൂനപക്ഷങ്ങളുടെ ആവശ്യങ്ങളായിട്ടുള്ള ഇന്ന് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളാണെങ്കിൽ തന്നെയും കേന്ദ്ര ഗവൺമെന്റിന്റെ ന്യൂനപക്ഷ പദവി ക്രിസ്ത്യൻ സമുദായത്തിനില്ല. ഇന്ന് ആനുകൂല്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നത് ഇവിടുത്തെ മതരാഷ്ട്രവാദികളായ ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിങ്ങളുമാണ്. അപ്പോൾ എന്തുകൊണ്ട് കേരളം കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ സഭാ മേലധ്യക്ഷന്മാർ പറഞ്ഞാൽ കേട്ട ഈ അവരുടെ കത്തോലിക്ക സഭയുടെ യൂത്ത് മൂവ്മെന്റ് ഓപ്പൺ പ്രസ്താവന ഇറക്കിയിട്ടില്ല? ഇത്രയും കാലം കോൺഗ്രസ് ഭരിച്ചിട്ട് ഇവിടുത്തെ കത്തോലിക്കക്കാർക്ക് എന്ത് നേട്ടമാണ് ഉമ്മൻചാണ്ടിയും ആന്റണിയും ചെയ്തതെന്ന് കത്തോലിക്ക കോൺഗ്രസ് ധവളപത്രം ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ആ ന്യൂനപക്ഷ പദവി എഡ്യൂക്കേഷനിലായാലും ജോലിക്കായാലും സംഭരണത്തിലായാലും അത് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി കൊടുക്കാമെന്ന് സഭാ മേലധ്യക്ഷന്മാർക്ക് ഉറപ്പ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് കോൺഗ്രസ് പരമ്പരാഗതമായിട്ട് അവിടുത്തെ പാലയിലുള്ള ക്രിസ്ത്യൻ കോൺഗ്രസ്സുകാർ ചെയ്തുകൊണ്ടിരുന്ന വോട്ട് പുതുപ്പള്ളിയിലും പാലയിലും അതുപോലെ മൂവാറ്റുപുഴയിലും എല്ലാം ഇനി ഈ സഭാധ്യക്ഷന്മാർ നരേന്ദ്രമോദിയെ കണ്ടപ്പോൾ ജോർജ് കുര്യനും അനൂപ് ആന്റണിക്കും ഇവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്കും വോട്ട് പോകും. ശരി. ഈ ഉമ്മൻചാണ്ടിയുടെ ഒരു നിഴല് ഇപ്പോഴും ചാണ്ടി ഉമ്മൻ ഉണ്ട് എന്നുള്ളത് സംശയം പറയാം. കാര്യം അദ്ദേഹം ചെല്ലുന്നിടത്തൊക്കെ ആള് കൂടുന്നുണ്ട്. വലിയ വാത്സല്യപൂർവ്വം അമ്മമാർ ചാണ്ടി ഉമ്മനെ സമീപിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തിന് ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക വൈദഗ്ധ്യവും ഉണ്ട്. ഇപ്പോ അവിടെ കഴിഞ്ഞ ദിവസം വാർത്ത വന്നാണ് BJP-ക്കാർ പോലും അദ്ദേഹത്തിന് സമരം ചെയ്തപ്പോൾ വളരെ വളരെ സൗഹൃദമായിട്ട് പിരിയുന്ന നമ്മൾ കണ്ടതാണ്. പക്ഷേ മറ്റൊരു സംഗതി ഉള്ളത്, പഴയ A ഗ്രൂപ്പ് ഉണ്ടല്ലോ, തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊക്കെ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം മറുകണ്ഠം ചാടിപ്പോയി. പക്ഷെ ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തിൽ പഴയ A ഗ്രൂപ്പിനെ ഒന്ന് തട്ടിക്കുടഞ്ഞെടുക്കാനായിട്ടൊരു ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. ഒരു വറ്റത്ത് യുവ നേതാക്കളിൽ ഷാഫി പറമ്പിൽ ഒരു വശത്തുനിന്ന് വലി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തനിക്കും ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്ന് കണ്ട് ചാണ്ടി ഉമ്മൻ ശ്രമിക്കുന്നതാവാം. ഇപ്പോ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി ചില നേതാക്കൾ കേന്ദ്രീകരിച്ചാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഒരു വലിയൊരു ഒതുക്കൽ, മുളയിലെ നുള്ളൽ ചാണ്ടി ഉമ്മന്റെ കാര്യത്തിൽ കോൺഗ്രസിൽ നടക്കുന്നുണ്ടോ? ഉണ്ട്, 100% ഉണ്ട്. ചാണ്ടി ഉമ്മനെ പോലുള്ള ഒരു യുവ നേതാവ് വളർന്നു വന്നാൽ ഷാബിക്ക് ദോഷമാണ്. അതുപോലെ മറ്റ് നേതാക്കന്മാരുണ്ട്, ബൽറാമിന് മോശമാണ്. ഈ പറയുന്ന VD സതീശൻ പ്രതിപക്ഷ നേതാവിന് വരെ ദോഷമായി വരും. ആ ഒരു ഇത് വരുന്നതുകൊണ്ട് കോൺഗ്രസ് ഈ അച്ചു ഉമ്മൻ സ്ഥാനാർത്ഥി വേണമെന്ന് ആവശ്യപ്പെട്ടു, കൊടുത്തിട്ടില്ല ഇതുവരെ. മറിയ ഉമ്മനെ അതുപോലെ ഇദ്ദേഹത്തിന് ആ അച്ഛൻ്റെ സീറ്റ് എന്നുള്ള നിലയിൽ കിട്ടുന്നതാണ്. പക്ഷെ ഇദ്ദേഹം പറയുന്നതിന് ഒന്നിനും ഏതെങ്കിലും ഒരു നയരൂപീകരണ കമ്മിറ്റിയിലോ KPCC കമ്മിറ്റിയിലോ നമ്മളെ ചാണ്ടി ഉമ്മൻ പങ്കെടുക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒരു ഡിസിഷൻ മേക്കർ എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തിന് ക്ഷണിക്കാറുണ്ട്. അദ്ദേഹം പ്രതിഷേധിച്ചിട്ട് പോലും ഉണ്ട്. അതുപോലെ ഒരു MLA എന്നുള്ള നിലയിൽ, യുവ MLA എന്നുള്ള നിലയിൽ ഒരു പ്രൊജക്ഷൻ പരിപാടി എന്താണ് KPCC ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്? ഒന്നും കൊടുത്തില്ല. ഒരു തഴയൽ രാഷ്ട്രീയം. ഇതിനകത്തൊരു ഗ്രീൻ MLA-മാരെന്ന് പറഞ്ഞ 5 MLA-മാരുണ്ട്. നമ്മുടെ പ്രതാപൻ മുതൽ ബൽറാം മുതൽ നമ്മുടെ ഷാബി, അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രതിപക്ഷ നേതാവ് ജോൺ, ഇത്തരത്തിലുള്ള MLA-മാർ ഒരു മൂന്നാമതൊരു നേതൃത്വ നിര വളർത്തിയെടുക്കുവാൻ അവർ തയ്യാറല്ല. ഇപ്പൊ രമേശ് ചെന്നിത്തല, K സുധാകരൻ ഇങ്ങനെയുള്ള ഒരു നേതാക്കൾ കഴിഞ്ഞാൽ അടുത്ത് ഈ ഗ്രീൻ MLA-മാരെന്ന് അറിഞ്ഞിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ടൊരു ഗ്രൂപ്പ് സമവാക്യം താങ്കൾ പറഞ്ഞതുപോലെ നമ്മുടെ A ഗ്രൂപ്പിനെ ശക്തിപ്പെടുത്തുവാൻ ചാണ്ടി ഉമ്മൻ ശ്രമിച്ചു. അത് മുളയിലെ ഈ ഷാബി പറമ്പിൽ തുടങ്ങി. അതിന് ഒത്തിരി പെണ്ണ് കേസിലായിട്ടുള്ള മുൻ MLA നമ്മുടെ കൂട്ടം ഉണ്ടായിരുന്നു. മാങ്കൂട്ടം പോലുള്ളവരുടെ പല യൂത്ത് കോൺഗ്രസ് പരിപാടി തിരുവനന്തപുരത്ത് നടന്നാലും മറ്റെല്ലാ നേതാക്കളും ഉണ്ട് എങ്കിൽ തന്നെയും ചാണ്ടി ഉമ്മൻ പോലുള്ളവർ അവിടെ ഇല്ല. അപ്പൊ ആ രീതിയിൽ ഒരു ഒതുക്കൽ രാഷ്ട്രീയം, പാല രാഷ്ട്രീയം, ഇനിയൊരു ഉമ്മൻചാണ്ടി കുടുംബ രാഷ്ട്രീയം ഇതിനകത്ത് വരണ്ട എന്നുള്ള തോന്നൽ ഈ ഗ്രീൻ MLA-മാർക്കുള്ളത് കൊണ്ട് ചാണ്ടി ഉമ്മനെ ഒതുക്കി വന്നതാണ്. പിന്നെ തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ള നിലയിൽ ആ ഒരു ക്രെഡിബിലിറ്റി കോൺഗ്രസിലെ അഴിമതി ഇല്ലാത്തൊരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ചാണ്ടി ഉമ്മന്റെ കുടുംബത്തില് ഇപ്പോൾ സീറ്റ് കൊടുത്തതാണ്. അടുത്ത 32 വരുന്ന തെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മനെയും ഇന്റർനാഷണൽ കോൺഗ്രസ് ഒതുക്കി നിർത്തുക എന്ന് കരുതി. ഇതിനേക്കാളും വലിയ നേതാക്കന്മാരെ ഒതുക്കി നിർത്തിയതാണ്
ഈ ഗ്രീൻ MLA-മാരെന്ന് പറയുന്ന അച്യുതണ്ട്. നമുക്കറിയാം മുഖ്യമന്ത്രിയാവാൻ യോഗ്യനെന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്. അതെ. രമേശ് ചെന്നിത്തല പോലും പ്രതിപക്ഷ നേതാവ് മാറ്റിയിട്ട് പ്രതിപക്ഷ നേതാവ് സ്ഥാനം കരസ്ഥമാക്കി അതിന് കൂട്ടുനിന്നതാണ് കെ സുധാകരൻ. അത് കാലം കൊടുത്ത കാവ്യനീതി എന്നോളം തിരിച്ചടിച്ചിരിക്കുന്നു സുധാകരന്. അതേസമയം അന്ന് സുധാകരനും ഈ പറയുന്ന രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, തിരുവനന്തപുരത്തുള്ള VS ശിവകുമാർ, അച്യുതണ്ട് ശക്തമായി നിന്നിരുന്നു എങ്കിൽ ഇന്ന് ഈ സതീശന്റെ ടീമിലുള്ള ഈ 5 ഗ്രീൻ MLA-മാർ തലപൊക്കുകയില്ലായിരുന്നു. പക്ഷെ അന്ന് ഈ VD സതീശന്റെ കൂടെ ചില കാര്യങ്ങൾക്ക് നിന്നതുകൊണ്ടാണ് സുധാകരന് കണ്ണൂർ സീറ്റ് ഇല്ലാതെ വന്നതും TU മോഹൻ അവിടെ സ്ഥാനാർത്ഥിയാകുകയും സുധാകരനെ പോലുള്ള നേതാക്കൾ ഒറ്റപ്പെട്ടത്. അപ്പൊ സുധാകരൻ ഒറ്റപ്പെട്ടതുപോലെ രമേശ് ചെന്നിത്തല ഒറ്റപ്പെട്ടതുപോലെ ഏറ്റവും നല്ല ആദർശവാദിയായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒറ്റപ്പെട്ടതുപോലെ നിസാരമായ രീതിയിൽ കരിയപ്പല പോലെ ചാണ്ടി ഉമ്മനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ മാറ്റിവെക്കുക. അതാണെന്ന് പാല രാഷ്ട്രീയവും കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്ന അന്തർധാരകൾ. ഇന്നത്തെ കോൺഗ്രസ് രാഷ്ട്രീയം ഒരു ജിഹാദ് രാഷ്ട്രീയത്തിൻ്റെ വലയത്തിലായിപ്പോയി. പാണക്കാട്, മലപ്പുറം തുടങ്ങിയ ആ ജിഹാദി രാഷ്ട്രീയം, അത് മതരാഷ്ട്രമെന്ന് വേണമെങ്കിലും പറയാം. ആ ഒരു രാഷ്ട്രം, അതല്ലാതെ ഇന്ന് ഇന്റർനാഷണൽ കോൺഗ്രസ് അല്ല കേരളത്തിലുള്ളത്. കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്നത് മതരാഷ്ട്രവാദികളുടെ കയ്യിലായിപ്പോയി. മുസ്ലിം ലീഗിന് കൂടുതൽ MLA-മാർ കിട്ടും, ഇവർക്കൊക്കെ മുഖ്യമന്ത്രിയാകാമെന്നുള്ളൊരു വ്യാമോഹമാണ്. ആ വ്യാമോഹത്തിൽ മലപ്പുറം രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ഇടപെട്ടതുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഇന്നൊരു വാല്യൂ കേരളത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അഥവാ ജയിച്ച് മന്ത്രിസഭ തന്നെ ഉണ്ടായി, ഇവർ കേരളത്തിൽ എന്ത് ഡെവലപ്മെന്റ് ചെയ്യും? കേന്ദ്രത്തിന് നരേന്ദ്രമോദിയല്ലേ ഇരിക്കുന്നത്. എന്തെങ്കിലും കേരളത്തിൽ സതീശൻ തന്നെ പറഞ്ഞല്ലോ, ഖജനാവിൽ പൂച്ച പെറ്റി കിടക്കുന്നു. ഇവിടെ എവിടുന്ന് എത്ര പെരിച്ചാഴി പെരിച്ചാഴിയെന്ന പൂച്ചയെന്നാ പറഞ്ഞത്. പിന്നെ ഇവിടെ അത്രത്തോളം ADB-നും IMF-നും വിവിധ ബാങ്കുകൾക്കും എന്തിനേറെ പറയുന്നു മുത്തൂറ്റെന്ന് പോലും പൈസകൾ എടുത്ത് കടത്തിന്മേൽ കടം, ഓരോ ചെറുപ്പക്കാരും കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യതയായിരിക്കുന്ന ഈ ഖജനാവിൽ ഇനി എവിടുന്ന് കാശ് കൊണ്ടുവരും? കേന്ദ്രം തന്നെ സഹായിക്കണം. ഇത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. കേരളം ഇന്നും അന്ത്യത്തിരി വയ്ക്കുവാൻ നിവർത്തിയില്ലാത്ത ഒരു കേരളമായി മാറിയിരിക്കുന്നു. ദരിദ്ര കേരളമായി മാറിയിരിക്കുന്നു. തൊട്ടടുത്ത തമിഴ്നാടും കേരളവും ഡെവലപ്മെന്റ് ചെയ്യുന്നു. ഇവിടുത്തെ ഗ്രൂപ്പ് രാഷ്ട്രീയവും കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് രാഷ്ട്രീയവും. അതുകൊണ്ട് നരേന്ദ്രമോദി കേന്ദ്രത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റിനോ ഒരു ഗതി ഉണ്ടാകുകയില്ല. BJP-യുടെ ഒരു തൂക്കസഭ വരണമെന്ന് ഇന്ന് പല കോൺഗ്രസ്സുകാരും പല കമ്മ്യൂണിസ്റ്റുകാരും ചിന്തിക്കുന്നു. നരേന്ദ്രമോദി വരട്ടെ, നരേന്ദ്രമോദിയുടെ ആളായ രാജീവ് ചന്ദ്രശേഖർജി വരട്ടെ. അതുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്നത് 2032 തെരഞ്ഞെടുപ്പോടുകൂടി ഉത്തരേന്ത്യൻ പോലെ, ബീഹാർ പോലെ അപ്രത്യക്ഷമായി മാറും കേരളത്തിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.